ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരിക്കലും കണക്കുകൂട്ടലുകൾ നടത്താത്ത സമയത്ത് വിചാരിക്കാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ നമ്മെ തേടിയെത്താറുണ്ട്. ആ സന്ദർഭത്തിൽ പലരുടെയും ആത്മീയ ജീവിതം ആടി ഉലഞ്ഞു പോകുന്നത് പോലെ കാണാറുണ്ട്. ഉദാഹരണമായിട്ട്, വൈദ്യപരിശോധനയിൽ നമുക്ക് മാരകമായ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഉണ്ടായിരുന്ന വരുമാനമാർഗം നഷ്ടപ്പെടുമ്പോൾ, ജോലി പോകുമ്പോൾ, ബിസിനസ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, അതൊക്കെ നിമിത്തം കടഭാരം കൊണ്ട് വലയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുമ്പോൾ, പെട്ടെന്ന് മനസ്സിനകത്തേക്ക് ഭയം ഇരച്ചു കയറും. അസ്വസ്ഥരായിട്ട് മനുഷ്യൻ ജീവിക്കുവാൻ തുടങ്ങും. എല്ലാറ്റിനോടും വെറുപ്പും, എല്ലാവരോടും വൈരാഗ്യവും, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത മാനസിക അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിടുവാൻ ശക്തിയുള്ളതാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ മറികടക്കുവാൻ, അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള പാഠങ്ങളാണ്. ക്രിസ്തുവാണത് നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വചനം മുതൽ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെല്ലാം വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുയേശുവിങ്കിൽ സൂക്ഷിക്കും. ദൈവം നമുക്ക് തരുന്ന സമാധാനം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മഹത്വമുള്ളതാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് ദൈവം നമ്മോട് പറയുന്നു. അത് എങ്ങനെ സാധിക്കും? മുമ്പിൽ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുകയല്ലേ. ഇതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? അതിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. വിചാരപ്പെടുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല, അത് മനസ്സിനെ താഴോട്ട് പിടിക്കുന്ന ഒരു ശക്തി പോലെയാണ്. നമ്മുടെ ഉത്സാഹമെല്ലാം തല്ലിത്തകർക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് ആകുല ചിന്ത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നാം ചിന്തിക്കുന്ന, ആകുലപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആത്മീയ ജീവിതത്തെ മുരടിപ്പിക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു സംഭവമാണ് ആകുല ചിന്തയിൽ അകപ്പെടുക എന്നുള്ളത്. അതിൻ്റെ പരിഹാരം എന്താണ്? നന്നായിട്ട് ശരിയായ നിലയിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ്. നീണ്ട ലിസ്റ്റുമായിട്ട്, ആവശ്യങ്ങളുടെ നീണ്ട ലിസ്റ്റുമായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ കാണുന്ന ആ കണ്ണുകൾ, അതിനാണ് മാറ്റം വരേണ്ടത്. ആ മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. ദൈവം എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുവാനിരിക്കുന്ന ഒരാളാണെന്ന് ഉള്ള മനോഭാവത്തിന് മാറ്റം വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുന്ന മനോഭാവത്തിലേക്ക് നാം എത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ശരിയായ നിലയിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കുക. പ്രാർത്ഥന ദൈവമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ തുടരുവാൻ നമ്മെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നതാണ്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടേ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പാപത്തിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞിരിക്കും. നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കും. ഒന്നുകിൽ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. പലർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത് നല്ല മനസാക്ഷി
എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പിന്നെയുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതൊന്നുമല്ല. ചിലപ്പോൾ അതൊരു ചടങ്ങ് പോലെ യാന്ത്രികമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. തകർന്നും നുറുങ്ങിയും ഉള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. അതായത് നമ്മുടെ പ്രാർത്ഥന ഉള്ളത്തിൽ നിന്നായിരിക്കണം, ആവശ്യബോധ്യത്തിൽ നിന്നായിരിക്കണം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതുപോലെ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും. പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് പോയ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ധ്യാനിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മളെ തൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ മകനാക്കി മാറ്റിയ ദൈവസ്നേഹം അത് നാം ഓർക്കണം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കണം. നമ്മെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം ധ്യാനിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് നമുക്ക് നിറയപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സമാധാനത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് ചിന്താകുലങ്ങളില്ലാത്തവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയണമെങ്കിൽ ശരിയായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം വരണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന എല്ലാവർക്കും ദിവ്യ സമാധാനം കൽപ്പിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.